ബേസിലാണ്. അങ്ങനെ ബിനിച്ചാനാണ് എൻ്റെ ആശാൻ. എന്തിൻ്റെ എന്നറിയണ്ട കൂട്ടുകാരെ, കള്ളൂരിയുടെ. ഞങ്ങളെന്തായാലും നല്ല കമ്പനിയാണ് ഞാനും ബിനിച്ചാടും. ബിനിച്ചാടെ പൊട്ടിപ്പൊളിഞ്ഞ് വീട്ടിലിരിപ്പാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ സ്ഥലത്ത് ജോലിക്കും കയറി. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1-2 ആഴ്ച കൂടുമ്പോൾ പുള്ളി എന്നെ വിളിക്കും, ബേസിലെ എന്നെയുണ്ട് വിശേഷങ്ങൾ, എനിക്കിവിടെ വീട്ടിലിരുന്നിട്ട് അപ്പടി ബോറടിയാടാ, നമുക്കൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങണം. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് അതിരപ്പള്ളി പോകും, എന്നിട്ട് തിരിച്ചു വരും. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ അതിരപ്പള്ളി പോകും, വെറുതെ ഒന്ന് അവിടെ പോയിട്ട് ഈ പറഞ്ഞ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ പോയി കിടന്ന് തിരിച്ചു വരും, പോകുന്ന വഴിക്ക് ഒരു ബീർ കഴിക്കും. ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടനെല്ലൂർ ബാറുണ്ട്, നമ്മുടെ ഹൈവേയിൽ തന്നെയുള്ളത്. പുള്ളി എന്നെ വിളിക്കും, പൈസയിലെ വായോ, എത്ര പൈസ ഉണ്ട് കയ്യിൽ. അപ്പം ഇതൊരു അവിഹിത ബന്ധം പോലെയാണ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പുള്ളി എടുക്കും, പുള്ളിയുടെ ഇല്ലെങ്കിൽ ഞാൻ എടുക്കും, അങ്ങനത്തെ ഒരു പ്രത്യേക ബന്ധം. അപ്പോൾ പുള്ളി എന്നെ വിളിക്കും, ഞാൻ പോവും, ഞങ്ങൾ ഒരുമിച്ച് കയറി അടിക്കും. അടിച്ചതിന് ശേഷം ഇറങ്ങി വരുന്ന വഴിക്ക് എന്നെ നടത്തടാന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങും, പുള്ളി വീട്ടിലേക്ക് പോകും. ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ പോയതിന് ശേഷം ഒരു ദിവസം പുള്ളി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പുള്ളിനെ പോലീസ് നോക്കി 1500 രൂപ പെറ്റി എഴുതി കൊടുത്തു. അപ്പോൾ പുള്ളി അത് കൊണ്ടിട്ട് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിൽ 1500 രൂപ, എന്നെ എപ്പോൾ വിളിച്ചാലും പറയും 1500 രൂപ ഉണ്ടായിരുന്നു, നമുക്ക് എത്ര ബീർ കുടിക്കാമെന്ന്, എന്തൊക്കെ ഭക്ഷണം കഴിക്കാമായിരുന്നു ബേസിൽ. എന്നിട്ട് പുള്ളി എന്ന് പറയും, ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലീസിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ്. ഞാനാണെന്നില്ല നല്ല പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് സൂക്ഷിക്കണം പിടിച്ചത്. ഇതൊക്കെ കഴിച്ച് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചു, ബേസിലെ വായ, നമുക്ക് എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു, ചേട്ടാ നേരത്തെ കഴിക്കണമെങ്കിൽ നേരത്തെ കഴിക്കാം, എങ്ങനെയാണ്, എത്ര പൈസ കയ്യിലുണ്ട്? ഞാൻ പറഞ്ഞു, പൈസ 500 രൂപ ഉണ്ട്, എന്നാൽ വായ, എൻ്റെ കയ്യിലുണ്ട് 500. എന്നിട്ട് ഞാൻ തൃശ്ശൂർ വന്നിട്ട് പുള്ളി എന്നെ തൃശ്ശൂരിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വണ്ടി നേരം കൊണ്ടുവന്ന് കിഴക്കേക്കോട്ടയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയോ, ബേസിൽ ഇനി വായോ, ഇനിയാണ് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് കിഴക്കേക്കോട്ടയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ സൂ ഉണ്ട്, മൃഗശാലയുടെ ഫ്രണ്ടിൽ ബാറുണ്ട്, അങ്ങോട്ട് ഓട്ടോയിൽ പോവാണ്. അവിടെ ചെന്ന് ഞങ്ങൾ അടിച്ചു, തിരിച്ച് ഇറങ്ങിയിട്ട് അപ്പോൾ ഉള്ളിൽ വെച്ചിട്ട് ഒക്കെ ഡയലോഗ്, ഇനി പോലീസുകാരെങ്ങനെ നമ്മൾ പിടിക്കുന്നതെന്ന് കാണണ്ടാന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് അടിച്ചിറങ്ങി ഓട്ടോ വിളിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നു, കിഴക്കേക്കോട്ടയിൽ എത്തി. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഒന്ന് ഫ്രണ്ടിൽ എടുത്ത് ഒഴിക്കുന്നത്, ഒരു പോലീസിൻ്റെ വണ്ടി ഒന്ന് ഫ്രണ്ടിൽ വെച്ചാണ്. ഞങ്ങളാകെ ആശ്ചര്യപ്പെട്ട്, ഇത് എന്തുണ്ടായി, ഇത്രയ്ക്ക് ബുദ്ധിപരമായിട്ട് ചെയ്തിട്ട് അതുവരെ പൊളിച്ചു പോലീസുകാർ. എന്നിട്ട് പോലീസുകാർ ഞങ്ങളുടെയും വണ്ടി അവരെയും ബൈക്ക് എടുത്തിട്ട് ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ജാമ്യത്തിന് 2 പേരും ഫിറ്റ് അല്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ ജാമ്യം കുടിക്കാത്ത ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുത്തിയിരുന്ന് വിളിക്കുന്നവർ മൊത്തം ഫിറ്റ്. അങ്ങനെ പിരിച്ചാണ്ട് ഒരു കസിനെ വിളിച്ചിട്ട് ആ പുള്ളി വന്നിട്ട് ഞങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നമ്മളെ പിടിച്ച് പോലീസുകാരൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സാറിൻ്റെ അടുത്ത് ചോദിക്കും, സാറേ ഞങ്ങൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് സാർ എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയാം, എൻ്റെ പൊട്ടന്മാരെ എന്ന് പറഞ്ഞിട്ട് പിരിച്ചാണ്ട് നേരെ ഇങ്ങനെ കൈ നീട്ടുക. അത്രയ്ക്ക് നേരം ഞങ്ങൾ കാണാത്തത് അന്നേരം കാണാണ് എൻ്റെ കൂട്ടുകാരെ. ഈ ചങ്ങാതിയുടെ കയ്യിൽ ഹെൽമെറ്റ്, കള്ളന്മാർ കട്ടിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റ് കയ്യിലിട്ട് നടക്കണം മുതലിന് എന്നെ വേണ്ട കൂട്ടുകാരാ. അപ്പം അടുത്തേക്ക് കാണാം, ബൈ.